പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലെ വീഡിയോ ഉണ്ട്, പക്ഷെ ഇടാൻ മനസ്സ് വരുന്നില്ല. കാരണം വെച്ചാൽ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഉഷാറായി. ഇത് നമുക്ക് സൗണ്ട് തിരിച്ചു വന്നോട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. കൊറേ നാലായിട്ടോ നമുക്ക് വീഡിയോയിൽ ഒന്നുമില്ല. അപ്പൊ എന്തേ നമുക്ക് സ്പീക്കർ വെക്കാറില്ല, കീഴിലേക്ക് സൗണ്ട് വരും. ഫുള്ള് മാറിയിട്ടില്ല, പക്ഷെ ഉഷാറായി. ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ബെറ്ററായി. അമ്മക്കും ബെറ്ററായി, ഞാനൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിപ്പിച്ചോ. ഒരു 2-3 പ്രാവശ്യമായി വയ്യാതെ പെട്ടെന്ന് വയ്യാതെ വന്നിട്ട് ആകെ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഓർമ്മിച്ച് വന്നോ. പിന്നെ അമ്മക്കും കൂടുതൽ ഇതായില്ലോ, 2% ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ടെൻഷനായി പോയി. അപ്പൊ നമുക്ക് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ കുഴപ്പമില്ല. ഡിസ്ചാർജ് ആയി വന്നു 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞേ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നപ്പോ എന്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ കൊച്ചുണ്ടായി. തലയിലല്ലോ ഓപ്പറേഷൻ ചെയ്തത്. തിരിച്ചു വന്നപ്പോ എന്തുവായിരുന്നു പറ. തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ പറ. തിരിച്ചു വന്നപ്പോ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മരുന്നുണ്ട്. ഇനിയിപ്പോ വെള്ളിയാഴ്ച പോയി ഡോക്ടർ ഒന്നുകൂടി കാണണം, തിരിച്ചു കാണണം. രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി പറ. രണ്ടാമത് ആദ്യത്തെ നമ്മളുടെ ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു, അതൊക്കെ സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരമാണ് തൊണ്ടവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അതിന്റെ CT സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പഴുപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയില്ല എന്തായിരുന്നു അങ്ങനെ. പിന്നെ അത് കുത്തിയെടുത്തു, ആന്റിബയോട്ടിക് ചെയ്തു, അങ്ങനെയൊക്കെ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. മൊത്തം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അമ്മയുടെ കാര്യം വെച്ചത് ഇയാൾക്ക് പനി പിടിച്ച് വെറുതെ ഇരിക്കില്ല, എന്താ പറയാ, ചുമ്മാ ഇരിക്കത്തില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അത് പനി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം പറ്റി? അപ്പൊ പണി ചെയ്യും. പണി ചെയ്ത് കഴിഞ്ഞത് പിന്നെയും പഴയ അവസ്ഥയിലാവും. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് വിചാരിക്കുക പനി, ഇപ്പൊ നമുക്കിപ്പോ അത് പ്രത്യേകിച്ച് വീട്ടമ്മമാര് അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായി ഇല്ല, നമുക്കും പിന്നെ എന്താ പറയൂ, വയ്യ വരുമ്പോ നമുക്ക് കിടക്കണ്ടല്ലേ, കൊറേ നേരം കിടക്കാൻ മടിയാവും അല്ലേ. അല്ല, നമ്മൾ എഴുന്നേറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോ ആണുങ്ങൾക്ക് അങ്ങനെയാണെന്ന് അറിയില്ല, പെണ്ണുങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ നമുക്ക് ഒരു മാസമായി ഫുഡ് നമുക്ക് ആരുമൊക്കെ ഒന്നും കറക്റ്റ് ഇല്ല. നമുക്ക് ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷന് വയ്യ വരുമ്പോ നമുക്ക് പിന്നെ കഴിക്കണമെന്ന് തോന്നില്ലല്ലോ. ഞാൻ എന്താ അയച്ചത് അമ്മക്ക് ഇത് ബയസ് എന്താ പറയാ, ഇത് അത് ചെയ്ത് കഴിഞ്ഞ ഇതായി. പിന്നെ ആ സമയത്ത് ഞാനൊക്കെ വയ്യ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതായി, റിലാക്സ് ആയി, കുഴപ്പമില്ല, സ്വന്തം സമയം. പിന്നെ അപ്പൊ തന്നെ ഇതും പറഞ്ഞിട്ട് പിന്നെ അത് ആ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കിളി ശരിക്കും ആ സമയത്ത് ഞാനൊക്കെ കിളി പോയി. അത് ഓൾറെഡി നമുക്ക് ഇതൊക്കെ വന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആശ്വാസം. അല്ല, അതിന്റെ റിസൾട്ട് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ ആയ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകണം പറഞ്ഞു. ശരിക്കും ഞാൻ കിളി പോയി ആ സമയത്ത്, ഭയങ്കര കിളി പോയി, ടെൻഷൻ. അത് വേറെ ഒന്നുമല്ല, പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല. ഇത് ഇവിടെ ഒരു മുഴയുണ്ട്, ആ മുഴ ഉള്ളിൽ പഴുപ്പാണ്. അത് വെറുതെ കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട് വരും. അപ്പോൾ പഴുപ്പ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അഡ്മിറ്റാക്കി. അപ്പം പിറ്റേ ദിവസത്തേക്കും ശരിയായി, കുത്തിയെടുത്ത് ശരിയായി. അപ്പം കുറഞ്ഞു. പിന്നെ ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞേ? പിന്നെ അമ്മക്ക് എല്ലാ കുഴപ്പമില്ല, ഡോക്ടർ കുഴപ്പമില്ല പറഞ്ഞല്ലേ. അത് കഴിഞ്ഞെങ്കിൽ എനിക്കും വിശപ്പ് തോന്നിട്ടോ. ഞാൻ നന്നായിട്ട് ചോറും ഉണ്ടാക്കി. അധികം മുമ്പ് എനിക്ക് ടെൻഷനായി. ടെൻഷൻ ഉണ്ടല്ലോടാ. ഞാൻ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അലീനയാണെങ്കിലും ഇത് ഡോക്ടർ കുത്തി എടുത്തു കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനും അലീന പിന്നെ ഫുഡ് മേടിച്ചത്. അപ്പൊ ഞാനും ഉച്ചക്ക് നന്നായിട്ട് ചോറും ഉണ്ടാക്കി, നന്നായിട്ട് എന്താ ഒലത്ത് കറി, ഞാൻ എന്താ ഒലത്തി 2% ചോറ് കഴിച്ചു. അപ്പൊ സമാധാനമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങി. നമുക്കിപ്പോ ആർക്കായാലും അങ്ങനെയാടാ. 2 ദിവസം ഞാൻ നല്ല ചോറുണ്ട്. അത് കഴിഞ്ഞ് സമാധാനമായി. ചോറ് ഉണ്ടിട്ട് സമാധാനം. നമുക്ക് ടെൻഷൻ ആകുമ്പോ ഫുഡ് കഴിക്കുന്ന തോന്നൂലല്ലോ. പക്ഷെ സമാധാനം കിട്ടി ആ ചോറ് കഴിക്കുമ്പോ എന്തോരം സ്വസ്ഥ. അപ്പൊ തന്നെ നമുക്ക് ഉഷാറ് കിട്ടി മാതിരി ആയി.
നമുക്കിപ്പോൾ 2-3 പ്രാവശ്യം ഈ പ്രാവശ്യം തന്നെ വയ്യാതെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെയൊരു വിഷമായിരുന്നു. എന്താണെന്ന് പറഞ്ഞ വിഷമം അത് ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒന്നുമില്ലാതെ ദൈവം അനുഗ്രഹിച്ചാൽ അത് വലിയ രാത്രി പെട്ടെന്ന് പോയപ്പോ പേടിച്ച് ഹൃദയം ഓടിയെന്ന് എല്ലാവരും ഒരുമിച്ച് പോയില്ല. ഇവിടെ തന്നെയല്ലേ എന്ന് പറയുന്നത്. എല്ലാരും ഓടി പോയി. ആ അമ്മച്ചിക്കിട്ട് ഫൈറ്റ് ആയി വരും. ആ സമയത്ത് അമ്മമ്മ നമുക്ക് എല്ലാവരും വണ്ടിയിൽ പോയില്ലോ. അപ്പൊ അമ്മകം ടെൻഷനായി എന്താ പറ്റി അറിയില്ലല്ലോ. ആ സമയത്ത് അമ്മകം പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു എൻസിക്ക് ഫോണ് വിളിക്കുക. അപ്പൊ എൻസി വഴക്കം ഉണ്ടാക്കി. ഇത് ടെൻഷൻ കയറിക്കുക. നമ്മുടെ അമ്മയുടെ മറ്റേ ടെസ്റ്റ് അത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വൈകിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അമ്മയുടെ തൊണ്ടവേന കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും തൊണ്ടവേനായിരുന്നു. അപ്പൊ അതാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ ഈ ഒരു സ്കാൻ ക്യാമറ കിട്ടും നോക്കിയപ്പോൾ ഒരു മുഴ കണ്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ടെൻഷൻ വന്നു. പിറ്റേ ദിവസം പോയിട്ട് സ്കാനിങ്ങിന് പോയിട്ടാ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വൈകിട്ടാണ് കിട്ടിയത്. CT സ്കാൻ കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താ പോലെ എനിക്ക് ചെറുതായി ടെൻഷൻ വന്നു. ഞാൻ അങ്ങോട്ട് എന്താണെന്നറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് എത്തി. അവിടെ എത്തിയിട്ട് ഡോക്ടർമാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് സീരിയസ് ആണോ എന്ന് അറിയില്ല കേട്ടോ, വളരെ സീരിയസ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടുകൊണ്ട് പോയതെന്ന്. അത് കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും നോക്കി എന്തിനാന്ന് മനസ്സിലായി. അത് നേരത്തെ പോയിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്ര സമാധാനമല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പോയത്. അപ്പോൾ ഉള്ളത് കയ്യിലിട്ടിട്ടാണ് പോയത്. പക്ഷേ ഡ്രസ്സ് അങ്ങ് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥയായി പോയി. പിന്നെ അത് ടെൻഷൻ വരുമ്പോൾ നമുക്കിപ്പോ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് സന്തോഷം, നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ. പക്ഷെ ഇതില് ഈ എന്തെങ്കിലും വന്നിട്ട് വയ്യാത്ത വരുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്നും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. പക്ഷേ ഡോക്ടർ കാര്യം മനസ്സിലായി. നീ ടെൻഷനാ. പുള്ളി എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായി ടെൻഷനിൻ്റെ കാര്യമൊന്നുമില്ല. പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, വേറെ ഒന്നുമില്ല. പഴുപ്പ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ആവണം. അപ്പം അല്ലെങ്കിൽ പിന്നെ വെച്ചുകൊണ്ടിരുന്ന സീരിയസ് ആവുമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ആ ശ്വസിക്കുന്ന ഏരിയ ആയതുകൊണ്ട്. ഈ ഒരു ജനുവരി തന്നെ 3 പ്രാവശ്യം ഞാൻ ഭയങ്കര ടെൻഷൻ അനുഭവിച്ചു. ആ തൊണ്ടയിൽ വെള്ളം പറ്റി ഡ്രൈ ആയപ്പോൾ പിന്നെ ബയോപ്സിക്ക് എടുത്തപ്പോൾ എന്താ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാ തോന്നുന്നത്. പക്ഷെ ഈ തൊണ്ടയിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബയോപ്സിക്ക് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മൈന്യൂട്ടല്ല, അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇതാണല്ലോ എന്നൊരു അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് തൊണ്ടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ അങ്ങനെയാണ് സോയിക്കുട്ടിയെ പാവം മര്യാദക്ക് ഉറങ്ങിട്ട് പോലെയല്ലേ പെണ്ണ് കിടന്നിട്ട്. എല്ലാവർക്കും ടെൻഷനാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ലൈഫില് ഇത് ആയിട്ടുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെയും അങ്ങനെ പ്രശ്നമുണ്ടോ. എൻ്റെ വീട്ടിലും അത് അച്ഛനമ്മ നമുക്ക് അങ്ങനെ കണ്ടുപോ നമുക്ക് പിന്നെ ഞാൻ ശരിക്കും എൻ്റെ അച്ഛനമ്മ മരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അത് ആ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നു. പാവം ചേച്ചി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് സ്വന്തം എന്താ പറയുക ആലോചിക്കും. അപ്പോൾ അയ്യോ ഈ വീട്ടിൽ അങ്ങനെ നടത്താം ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് എന്താ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറയുമ്പോൾ സപ്പോർട്ട് അമ്മയുണ്ട്, നീ ഉണ്ട്. ഒരു സപ്പോർട്ട് ഒരു കയ്യില് നീ ഉണ്ട്, ഒരു കയ്യില് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അമ്മ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അമ്മമാരും അച്ഛന്മാരും എല്ലാവർക്കും വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് അയ്യോ എൻ്റെ അമ്മമില്ല അച്ഛനില്ല. നമുക്ക് വീട്ടിൽ അച്ഛൻ അമ്മ ഉണ്ടോ. നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അമ്മമാര് അച്ഛന്മാരും നമുക്ക് ഇത് ചെയ്യും, നല്ലവോ ചീത്തവോ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം ചിന്തിച്ചു ഭഗവാൻ. അപ്പോൾ കൂടുതൽ ടെൻഷനായി പോയി. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഈ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം വരൂ, അത് ഭയങ്കര ഒരു ടെൻഷനായി. എന്താകും എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. അത് മനുഷ്യനല്ലേ എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താ പറയുക, ഞാൻ എന്താ എല്ലാവർക്കിട്ട് പെറ്റിന മിണ്ടും മിങ്കൽ ചെയ്യും. എല്ലാവർക്കും കിട്ടിയ സ്നേഹമുണ്ടോ. വേറെ ആൾക്കാർ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ എനിക്ക് പെറ്റിന വിഷമം വരും. പക്ഷേ എന്താ പറയുക ഒരു എന്താ നമ്മ ഒരു ഇതുണ്ടല്ലോ ക്ലേവർ മൈൻഡ് ഉണ്ടല്ലോ. എന്താ പറയുക അങ്ങനെ മൈൻഡ് ഷാർപ്പ് ക്ലേവർ മൈൻഡ് ഒരു അത് അങ്ങനെയില്ല. വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും, ആരൊക്കെ എന്താ ചെയ്യുന്ന ആരൊക്കെ എന്താ സംസാരിക്കുക അതൊക്കെ അറിയാം കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെ
അതായത് ഞങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അമ്മയാണ്. ഇത് 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 രാഷ്ട്രപതി. ഞാൻ എന്താ പറയാ, നീയാ ഭടൻ. അതാണ് പടം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രി ഇല്ലാതായപ്പോ എന്ത് പെട്ടെന്ന് കാര്യങ്ങൾക്ക് എന്റെ അമ്മ ആ സമയത്ത് ഞാൻ എല്ലാം ചിന്തിച്ചോട്ടോ. ആൻസിക്ക് മാറ്റർ ചിന്തിച്ചോ, പിന്നെ ഈ ചെറുക്കൊക്കെ മാറ്റർ ചിന്തിച്ചോ. എന്റെ മാത്രം ഞാൻ എന്ത് ചിന്തിക്കുന്നുണ്ട് അവന്റെ കാര്യം നോക്കുന്നുണ്ടാ? ഇല്ലടാ, നമുക്ക് എന്തെങ്കിലും വീട്ടിലെ ടെൻഷൻ. അപ്പൊ ഞാൻ ആൻസിക്ക് കാര്യം ചിന്തിച്ചു. അയ്യോ അമ്മ പോയി, അമ്മ ഇല്ല, നമുക്ക് ആരില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നു, ഈ ആൻസിക്ക് എന്താ ചെയ്യുന്നു, ഈ ഒരു ആൻസി. ഞാൻ ആൻസിക്കിട്ട് സംസാരിക്കും, ആൻസി എന്താ പറയുന്നത് എനിക്ക് എല്ലാം മനസ്സിലായോ. പക്ഷെ ഒരു അമ്മ ആൻസി അമ്മക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പക്ഷെ ഞാനൊക്കെ ആ കണക്ഷൻ ഇല്ലല്ലോടാ. അപ്പൊ ഞാനും എൻ്റെ ലൈഫില് നിന്നെയൊക്കെ നോക്കണു, ഈ കൊച്ചൊക്കെ നോക്കണു, മുമ്പോട്ട് പോയി എപ്പോഴും ഞാനൊക്കെ ആൻസിക്കിട്ട് ഇത് ചെയ്യുന്നു. നമുക്ക് ആ കണക്ഷൻ ഉണ്ടാവില്ലല്ലോ. ആ കണക്ഷൻ അമ്മക്ക് മാത്രം ചെയ്യുന്നു പറ്റും. ആൻസിക്ക് എന്താ ആവശ്യമുണ്ടോ, എനിക്ക് ആൻസിക്ക് ഡ്രസ്സ് മേടിക്കാം, മിഠായി മേടിക്കാം, ഫുഡ് മേടിക്കാം, എന്തെങ്കിലും പുറത്ത് പോകും, അത് പറ്റും. പക്ഷെ നമുക്ക് ആൻസിക്ക് ഉള്ളിൽ എന്താ ഉണ്ടോ എനിക്ക് പറയാൻ പറ്റൂല, ആൻസി എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ആ സിറ്റുവേഷൻ വരുമ്പോ എൻ്റെ അമ്മ ഞാൻ എവിടെയൊക്കെ ചിന്തിച്ച് പോയി. ഭഗവാൻ ശരിക്കും പ്രാന്തായി. എനിക്ക് എന്താ ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ ശ്വാസ ബ്രീതിങ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ കുറച്ച് അസ്വസ്ഥമായി. അപ്പോൾ ആ സമയത്ത് പാവം അലിനൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതാ പെട്ടെന്ന് വയ്യെങ്കിലും അത് കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഷൈബാനിനെ കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഷൈബാനി ആശുപത്രിയിലായിരുന്നല്ലോ, അവള് ചെക്കപ്പിന് പോയി. അല്ല ഞാൻ വരാന്ന് വെച്ചിട്ട് എനിക്കും വയ്യായിരുന്നല്ലോ. നിനക്ക് കൂടുതൽ വയ്യ, നിന്നെ പിന്നെ കൂടുതൽ എങ്ങനെയാ. പക്ഷെ അത് കുറച്ച് ഞാൻ വന്നോളാന്ന് പറഞ്ഞ പാവം പെട്ടെന്ന് അത് തന്നെ ഓടി. അതിന് വയ്യായിരുന്നു, എന്നാൽ പോലും അത് ഓടി നമ്മളോട് വന്നു. അത് പിന്നെ തൃശ്ശൂരത്തെ ചേച്ചിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് ആരുടെ കാണാൻ തൃശ്ശൂര് ഞാനൊരു ചേച്ചി സൈക്കിൾ എനിക്ക് അവരുടെ അടുത്തൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് എന്റെ കിളി പോയിരിക്കായിരുന്നു. അപ്പൊ എന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് അവരെ വിളിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അവരൊക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടാവും. അതുങ്ങളൊക്കെ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ പഴയ വീഡിയോസ് ആയിട്ടാ. നമ്മളത് ഈ ഒരാഴ്ചയുടെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ചേച്ചി പോയി പിന്നെ ഒരു വീഡിയോ എടുത്തേക്കുന്നേ. അത് പറഞ്ഞിട്ട് അമ്മയുടെ ചേച്ചി പോയി പിറ്റേ ദിവസം അമ്മയുടെ ബ്ലോഗ് അത് കഴിഞ്ഞ് വേറെ ചേച്ചി പോയപ്പോൾ പിറ്റേ ദിവസം അമ്മയുടെ ഹോസ്പിറ്റലിൽ അതും ഓട്ടമായിരുന്നു മൊത്തം. അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലെ വീഡിയോ ഉണ്ട്, പക്ഷെ ഇടാൻ മനസ്സ് വരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആലോചിച്ചു, ഞാൻ അതെല്ലാം കൂടെ ആലോചിച്ചു. കാരണം വെച്ചാൽ ഇപ്പം ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സന്തോഷമുള്ള സ്ഥലമല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ വീട്ടിലുള്ള പോലെ ഞാൻ അവിടെ വരും. കാരണം എൻ്റെ അമ്മേനെ ഒരു ഹാപ്പി ആയിട്ട് എടുത്താൻ വേണ്ടി മാത്രം അങ്ങനത്തെ കുറച്ച് കളിതമാശ കാര്യം. പക്ഷേ അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിൽ ആൾക്കാർ പല സിറ്റുവേഷൻ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചപ്പോൾ ഇടണമെന്ന് തോന്നി. കാരണം വെച്ചാൽ അത്രയും ഹാപ്പിനെസ് ഉള്ള കാര്യമല്ലായിരുന്നു. നമുക്കിപ്പോൾ അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് സന്തോഷം. പക്ഷേ ഈ വയ്യാതെ കിടക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു അവസ്ഥ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇടാതിരിക്കും നല്ലത്. അതാണ്. അപ്പം അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ മുന്നോട്ടൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് അറിയുന്നു. എന്നാലും അമ്മച്ചിടയ്ക്ക് പേടിപ്പിക്കില്ലേട്ടാ. അല്ല പക്ഷേ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പ്രാർത്ഥനയായിട്ടും പ്രാർത്ഥനയായിരുന്നു. പിന്നെ നമുക്ക് എന്താ ഇത് ബോഡി ചെക്കപ്പ് വർഷത്തില് നമുക്ക് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് എൻ്റെ കാറ്റ് പോയില്ല. സത്യം പറഞ്ഞാൽ നേരത്തെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഞാനും പറയാം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. പക്ഷെ ഞാൻ അപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് ഞാൻ എടുത്തത് അപ്പോൾ 27 വയസ്സിൽ ഞാൻ ഇത് ഇട്ടപ്പോൾ ഞാൻ എല്ലാ വർഷവും പൈസ അടച്ചിട്ട് പോകണം. ഞാൻ എന്തിനും പൈസ അടയ്ക്കണേ, നമുക്ക് ഒരു യൂസ്ഫുള്ളും ഇല്ലല്ലോ. അപ്പോൾ അവിടെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അടച്ചിരുന്നത് നന്നായി. കാരണം എനിക്ക് മൂക്കിൽ സർജറി ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ഓരോ പനി കേസിലുണ്ടായിരുന്നത്, ഇവളൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, കൊച്ചു അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇൻഷുറൻസിൽ നിന്നാണ് പൈസ പോയത്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ആൾക്കാർക്ക് എടുക്കാനും പറ്റുന്ന നമുക്ക് എടുക്കാം, അത് നല്ലതാ. ഒരു ദിവസം ആവശ്യം വരും. മെയിനായിട്ട് നമ്മളൊരു ചിലവർക്കൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത്. ചിലവർക്ക് സഡൻലി ആക്സിഡന്റ് ആയാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഈ ഇൻഷുറൻസ് നല്ലതായിരിക്കും. അമ്മക്ക് എടുത്തു വെച്ചോണ്ട് ഇൻഷുറൻസ് നമുക്ക് പനിയായിട്ട് അഡ്മിറ്റ് ആയാലും നമുക്ക് കിട്ടും. എന്തൊരു അസുഖമായിക്കോട്ടെ, നമുക്കിപ്പോൾ ഒരു ചെറിയ അസുഖം ഇതുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. നമുക്കൊരു ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ പൈസയുടെ കാര്യം
ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ESI ഉണ്ട് എന്നാൽ പോലും പിന്നെ നമുക്ക് എപ്പം വയ്യ പറയുമ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ചില സമയത്ത് കാശ് ഉണ്ടാവൂലേ, ചില സമയത്ത് ഒന്നും കാശ് ഉണ്ടാവില്ല. അല്ല ഈ സമയത്ത് ഒട്ടും കാശ് ഉണ്ടായില്ലായിരുന്നു, ടൈറ്റായി പോയി. അപ്പൊ എന്താ പറയുന്നേ, അപ്പൊ എല്ലാരും സുഖമായിട്ട് എന്താ പറയാ സുഖമായിട്ടല്ലോ സ്വന്തമായിട്ട് കുഴപ്പമില്ലല്ലോ. ചില സമയത്ത് ഇത് നാക്ക് കിട്ടൂല, ചില സമയത്ത് എല്ലാരും സന്തോഷായിട്ട് സന്തോഷല്ലേ. ഹലോ, ഇന്ന് സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ബയോപ്സി ചെയ്തതിന്റെ റിസൾട്ട് വന്ന്, അപ്പോൾ അത് മറ്റേ ക്യാൻസർ ആണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെഗറ്റീവാണ്, വിളിച്ചു പറഞ്ഞു. സന്തോഷം. ഇത്രയും നാളെ നമുക്ക് മോന്തിറപ്പിച്ചോണ്ടിരിക്കും. ടെൻഷൻ എടുക്കേണ്ട കാര്യം നമ്മൾക്കില്ലേ, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കുന്നത്. വരാനുള്ളത് നോക്കാം, അതൊക്കെ ശരിയാ. അത്രയും എന്താണെന്നുള്ളൊരു പേടി. പിന്നെ അഥവാ അതായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചികിത്സയുടെ പുറകെ എങ്ങനെ നടക്കണ്ടേ, അതൊക്കെ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് നമ്മൾ. എന്നോട് പറയരുത്, മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത് അമ്മയത് സൂയിക്കുട്ടിയാണ് ഇടയ്ക്ക് രാത്രി കിടന്നിട്ട് നൂലൊളിക്കുന്നു പിടിക്കലായിരുന്നു. നമ്മളോട് പറഞ്ഞു, അവരോട് പറയല്ലേ, അങ്ങനെ ഒരു കേസിൽ പറയില്ല. അമ്മ മൂഡ് ഓഫ് ആയി, അവളും മൂഡ് ഓഫ് ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആശ്വാസമായി, സന്തോഷമായി. പിന്നെ അമ്മയ്ക്ക് ഇത് തൊണ്ടവേന കേട്ടോ, തൊണ്ടവേനാണ്. അപ്പോൾ അമ്മ വിചാരിച്ചു അതും ഇതാണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പാവം. അങ്ങനെ എല്ലാവർക്കും വയ്യ. ഇതേ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് സൂയിക്കുട്ടിയോട് പോയി പറയാം. ഓക്കെ, നമുക്ക് റിയാക്ഷൻ നോക്കാം കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പണി കിട്ടി, വേറെ നല്ല ആ മെയിൻ മൊമെൻ്റൊക്കെ സൗണ്ട് എന്തോ പോലെ ആയിപ്പോയി. അപ്പോൾ ഞാനത് ഇവിടെ ഇടാം, ഒന്ന് കണ്ടു നോക്കട്ടോ. കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും എന്താ സൗണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കാണിക്കണമല്ലോ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗത്ത് ഇടാം കേട്ടോ. അപ്പോൾ നോക്ക്. എന്റെ റിസൾട്ട് വന്നിട്ടാ വിഷമിക്കാൻ ചെയ്യുന്നത്. എന്നിട്ടിപ്പോ പെട്ടെന്ന് വന്നത് ഇപ്പൊ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവര് രണ്ടാഴ്ച എല്ലാവരും പറഞ്ഞത്. 10 ദിവസമല്ല, 23-ാം തീയതി പറഞ്ഞിരുന്നത്. റിസൾട്ട് വന്നോ? എന്താവണം റിസൾട്ട്? എന്താവണം? നെഗറ്റീവ്. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് ഡോക്ടറിന് വർഷത്തിലൊരിക്കൽ വളവുദയം ചെയ്യണം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അത് നെഗറ്റീവ് ആയതുകൊണ്ട് ശരിക്കും ഞാൻ ടെൻഷനായി പോയി. പാവം ടെൻഷൻ ഞാനൊക്കെ ഈ മുഖം കാണുമ്പോ ഭയങ്കര വിഷമം. കുഞ്ഞ് ഫേസ് ഓൾറെഡി കുഞ്ഞുണ്ടോ, പക്ഷെ ഈ ടെൻഷൻ വേണം ഒന്നും കൂടി ക്ഷീണിച്ച് കുഞ്ഞായി പോയി. ഞാനൊക്കെ കാണുമ്പോ ഭയങ്കര ഉള്ളില് ഭയങ്കര വിഷമം. നമുക്ക് ഇങ്ങനെ പ്രശ്നം പറഞ്ഞിട്ട് ചോദിക്കുമ്പം ഒരാൾക്ക് അങ്ങനെ വയ്യ ഉണ്ട് പറയുമ്പോ ചോദിക്കുമ്പോ നമുക്ക് ആ ആൾക്കും വിഷമം തോന്നൂലേ. അത് കാരണം ചോദിക്കുമ്പോ ഞാൻ മിണ്ടാതെ ഇരിക്കും. ഞാനൊക്കെ അമ്മ പറഞ്ഞപ്പോ എന്തായി? അമ്മ പറഞ്ഞപ്പോ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാൻസറിന് സീന് സ്റ്റാർട്ട് ചെയ്തപ്പോ അവള് വിചാരിച്ചത് പോസിറ്റീവ് ആണ്. ഓക്കെ, മൈനസ് ആണ് കേട്ടപ്പോ സമാധാനമായിരുന്നു. സീന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും ഞാനും നെക്സ്റ്റ് വീഡിയോയിലെ കാണട്ടെ. എല്ലാവർക്കും കുറെ ദിവസമായി വീഡിയോ പിടിച്ചിട്ടില്ല. സമാധാനത്തിന് വയ്യാതെ വന്നാലും അപ്പം ഉണ്ടാവും, എനിക്ക് വയ്യാതെ വന്നാലും അപ്പം ഉണ്ടാവും. പാവം അപ്പം എല്ലാവരും എനിക്ക് വയ്യാതെ രണ്ടുപേരും കൊണ്ടുപോകും. കാരണം ഞാനല്ല നട്ടല് തളർന്നു പോയി കഴിഞ്ഞാൽ ആർക്കാണ് ഒഴിവെന്ന് വെച്ചാലും കൊടുക്കും.